അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് പോയ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഹാപ്പി ആണോ അല്ലയോ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് ആ ഒരു പേഴ്സൺ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷനിൽ അവരിപ്പോൾ ഹാപ്പി ആണോ അല്ലെങ്കിൽ ഓക്കെ ആണോ എന്നതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആളിപ്പോൾ ഭയങ്കരമായിട്ടൊരു ആൾക്കിപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കണിങ് നടക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൾ ഹാപ്പി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിയുമാണ്, എന്നാൽ അതേസമയം സാഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അയക്കുന്ന സിറ്റുവേഷനിൽ ആൾക്ക് ഓക്കെ എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്ക് നല്ലൊരു കരിയറോ അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങളിലേക്കൊക്കെ ഒന്നൊരു എത്തിപ്പെട്ട പോലെയാണ് എനിക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയുമായിട്ട് ആ ഒരു പേഴ്സൺ ഓക്കെ ആണ്. ഒന്നുകൊണ്ടും എന്താ പറയുക, ഒരു പാസ്റ്റ് ലൈഫ് ആലോചിച്ചിട്ട് ഇവിടെ ഒന്ന് വലുതായിട്ടൊന്നും ദുഃഖിക്കാനായിട്ട് കാണുന്നില്ല. പക്ഷേ കരിയറിൽ ഇപ്പോൾ ഒന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ, സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ആ ഒരു പേഴ്സൺ കുറച്ചധികം കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ആലോചിച്ചിട്ട് ആ ഒരു ഇത്തിരി വിഷമം അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇപ്പോൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ആൾ വേറൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ആൾ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയെ ആൾ വളരെയധികം സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും. പക്ഷേ കരിയർ വൈസ് നോക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക, കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം കരിയറിൽ നിന്ന് സെറ്റാക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടുകൾ സഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒന്ന് കരിയർ സ്റ്റേബിൾ ആക്കിയാലേ അവർ മൊത്തിട്ട് മുന്നോട്ട് ഒരു നല്ല ലൈഫ് ഉണ്ടാവുള്ളൂ എന്ന് ആൾ ചിന്തിക്കുന്നു. മേ ബി പാസ്റ്റ് ലൈഫ് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഇല്ലാതായി പോയതായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. പക്ഷേ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും അങ്ങനെ പോകരുതെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്ന് സെറ്റപ്പ് ആക്കാനും ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കഷ്ടപ്പെടാൻ മീൻസ് ട്രൈ ചെയ്യുന്നുണ്ട്, ആൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരിക്കലും ആൾ എന്താ പറയുക, ആൾ ഒട്ടും ആലോചിക്കുന്ന ഒരു ഇടയ്ക്കൊന്നും ആലോചിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഒരു റിലേഷൻഷിപ്പ് പോയി അങ്ങനെ വിഷമിച്ച് ഒന്നും ഇരിക്കുന്നതായിട്ട് കാണുന്നില്ല. ആൾക്ക് ഇത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാറിയപ്പോഴേക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വന്നതായിട്ടും കാണുന്നുണ്ട്. ഏസ് ഓഫ് പെൻഡിക്കിൾസ് കാർഡ് ആൻഡ് ദ എംപ്രസ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, അതായത് നിങ്ങളുമായിട്ടുള്ളൊരു കാലചക്രം അവിടെ എൻഡായിട്ട് അത് വേണ്ടാന്ന് വെച്ച് നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞതായിരിക്കാം, വേണ്ടാന്ന് വെച്ചിട്ട്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ പണ്ട് ചിലപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരു പേഴ്സണൊക്കെ ആയിട്ട് മേ ബി ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ദൈവവിശ്വാസത്തിലും ഒരു സ്പിരിച്വൽ ഗ്രോത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. കാരണം നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ആ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിൽ ആളത് വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആളൊരു ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ പാത്തിലേക്കൊക്കെ കടന്നതുപോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ അവരെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് സാക്രിഫൈസ് നിങ്ങളോടുമൊത്ത് സാക്രിഫൈസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഇപ്പോഴുള്ളൊരു സ്ഥിതിയിൽ ഒരുപാട് സാക്രിഫൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. പക്ഷേ ആൾ ഹാപ്പി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴൊരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി അവർ എന്താ പറയുക, ഭയങ്കര ഒരു സ്ട്രോങ് ലേഡി ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് പുരുഷനായിട്ടോ ഒക്കെ കാണുന്നുണ്ട്. അവിടെ നിങ്ങളുമായിട്ടൊരു ബലഹീനത കുറച്ചൊക്കെ ഫീൽ ചെയ്തിരുന്നു ആ ഒരു വ്യക്തിക്ക്. ആ ഒരു പേഴ്സൺ അവർക്ക് ഒരുപാട് കപ്പ് ഓഫ് ലവ്സ് ഒക്കെ ഓഫർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആൾ എന്തുകൊണ്ടോ ഹാപ്പി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഇവർക്ക് കുറച്ച് ക്യാഷിനോടും അല്ലെങ്കിൽ ഫിനാൻസ്, കരിയർ അതൊക്കെ ഒന്ന് അതിനാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് അവരിപ്പോൾ ഇതിലേക്ക് കരിയറിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ സൈഡിൽ ഉണ്ട്. ആ ഒരു പേഴ്സണെ സന്തോഷിപ്പിക്കേണ്ട രീതിയിലൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഫിസിക്കൽ രീതിയിലാണെങ്കിലും മെൻ്റലി ആണെങ്കിലും സന്തോഷിപ്പിക്കാനായിട്ട് ആൾ ടൈമൊക്കെ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ആൾക്ക് കുറച്ചും കൂടി ഫോക്കസ് ഇവിടെ കാണുന്നത് അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അല്ലെങ്കിൽ ഫിനാൻസ്, കുറച്ച് ഫിനാൻസ് അല്ലെങ്കിൽ ക്യാഷിനോട് ക്രാവിങ് ഉള്ള ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ആൾക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഉള്ള വ്യക്തിയുടെ മുമ്പിൽ ആളാവണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സെറ്റപ്പിലുള്ള ഒരു പാർട്ടീസൊക്കെ ആണെന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരുത്താനൊക്കെ ആയിട്ട് ആൾ ഫിനാൻസിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ളൊരു വ്യക്തി ഇപ്പോൾ ആളെ ഇട്ടിട്ട് പോയാലും ആൾക്ക് പ്രത്യേകിച്ചൊരു വലിയ വിഷമങ്ങളോ കാര്യങ്ങളോ, മേ ബി ഒരു ഫീലിങ്സ് കുറവുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ആ ഒരു പേഴ്സൺ എന്താ പറയുക, അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്.
പക്ഷേ എന്താ പറയുക, നിങ്ങളെ സ്നേഹിച്ച് അത്രയ്ക്കും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളോടായിരുന്നു കുറച്ചുകൂടി ഫീലിങ്സ് കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ആള് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയതിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ആൾക്ക് ഇപ്പോൾ വേറൊരു പാർട്ടിനെ കിട്ടിയിട്ടുണ്ട്, അതോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. പക്ഷേ വളരെയധികം അവർക്ക് വേണ്ടിയിട്ട് ചാവാൻ വരെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. ഓക്കെ, ഇതിൽ ഓളത്തിലെ ഒരു ഓളത്തിന് അങ്ങനെ പോകുന്നു, ഒരാളില്ലെങ്കിൽ വേറൊരാൾ എന്നുള്ള രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഇവരോടും വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. നിങ്ങളോട് കാണിച്ചിരുന്നു, പക്ഷെ അവരുടെ ഒരു ചുറ്റുപാടിൽ അല്ലെങ്കിൽ അവരുടെ ഒരു തിങ്കിങ്ങിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെക്കാട്ടിയും കൂടുതൽ നിങ്ങളോട് അയാൾ കാണിച്ചിരുന്നു. എന്നിട്ടും ആ ഒരു റിലേഷൻഷിപ്പിന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ആ ഒരു പേഴ്സണിൻ്റെ കാഴ്ചപ്പാട് ചിലപ്പോൾ റോങ് ആയിരിക്കാം. കാരണം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരേണ്ട വാല്യൂ കാര്യങ്ങളോ ഒന്നും മര്യാദയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അയാൾക്ക് നിങ്ങളെക്കാളും കൂടുതൽ പ്രയോറിറ്റി മറ്റെന്തിലെങ്കിലൊക്കെ കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വ്യക്തിക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ചെറുതായിട്ടൊരു എന്താ പറയുക, ചെറിയ ചെറിയ രീതിയിൽ എന്താ പറയുക ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. കാരണം അവരിപ്പോൾ ഇപ്പോൾ അയക്കുന്ന റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പും കൂടിയും ചെറുതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഈ ഒരു വ്യക്തി ചിലർ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാത്തവരുണ്ടായിരിക്കാം. അറിഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് വലുതായിട്ടൊന്നും ഒരു ഹേർട്ടിങ് രീതിയിൽ കാണുന്നില്ല. സ്നേഹമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ആ വ്യക്തിയോട്, പക്ഷേ അതൊരു ഡീപ്പ് ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നല്ല. ആ ഒരു പേഴ്സണ് കൂടുതലും ഇപ്പോഴും ആളുടെ ഒരു സ്റ്റെബിലിറ്റി, ഫിനാൻസ്, കരിയർ എന്നുള്ള രീതിയിലാണ് മുൻതൂക്കം കൊടുത്തിട്ടാണ് കാണുന്നത് കൂടുതലായിട്ടും. സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ഫീലിങ്സ് വളരെ കുറവായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ ടോട്ടലി കാണുന്നത്. ആ ഒരു പേഴ്സണ് വലുതായിട്ടൊന്നും ഒരു ഫീലിങ്സ് കാര്യങ്ങൾ ഒന്നുമില്ല. അഗെയിൻ ഇവിടെ 6 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു പേഴ്സൺ ട്രൈ ചെയ്യുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ആൾക്ക് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരു തോട്ടിലല്ല. ആളുടെ കരിയർ അല്ലെങ്കിൽ ഫിനാൻസ്, ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണം, ക്യാഷ് ഉണ്ടാക്കി സെറ്റാവണം, എല്ലാവരും മുമ്പിലും ഒരു വലിയൊരു കോടീശ്വരനോ അല്ലെങ്കിൽ ലക്ഷപ്രഭുവായിട്ട് ഞെളിഞ്ഞങ്ങടെ നിൽക്കണം. അത് ഈ ഒരു പേഴ്സണിലൂടെ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പേഴ്സണിലൂടെ അതാൾക്ക് കിട്ടണം എന്നേ ആൾക്ക് ആഗ്രഹമുള്ളൂ. കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു അത്യാവശ്യം ക്യാഷ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ടാണ് ആൾക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കാണുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇയാൾക്ക് കരിയർ അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻസ് സെറ്റപ്പ് ഉണ്ടായേ തീരൂ. അതിനാണ് ആൾ കൂടുതലായിട്ടും ഇവിടെ ഇതാക്കുന്നത്. അല്ലാതെ അവരിൽ നിന്നും ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇവരുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അവരിൽ നിന്നും സ്നേഹമല്ലധികം പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നത്. പിന്നെ ദ ഹൈ പ്രീസ്റ്റസ് ഇവിടെ വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. മേ ബി എന്താ പറയുക, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു പേഴ്സണ്, റിലേഷൻഷിപ്പിലായിട്ടുള്ളൊരു പേഴ്സണ് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഉള്ളതായിട്ടും കുറേയൊക്കെ കാണുന്നുണ്ട്. അത് ഈ പേഴ്സണ് കുറേയൊക്കെ അറിയുകയും ചെയ്യുക. പക്ഷെ അതിനെ പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആൾ പോകുന്നില്ല. കാരണം ഇവിടെ ആൾക്ക് വേണ്ടത് അവരുടെ സ്നേഹത്തിനേക്കാൾ ഉപരി അവരുടെ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്.